ഗൈസ്, ഒരു ദിവസം ഞാനാണെങ്കിൽ തലയിൽ തേക്കാനായിട്ട് വെളിച്ചെണ്ണ കാച്ചിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ കുറേ പച്ചമരുന്നുകളൊക്കെ ഇട്ടാണ് നമ്മൾ എണ്ണ കാച്ചുന്നത്. അങ്ങനെ ഞാനിങ്ങനെ കാച്ചിക്കൊണ്ട് അതിനകത്ത് ഉള്ളിയുണ്ട്, കരിവേപ്പിലയുണ്ട്, കയ്യുണ്ണിയും, അങ്ങനെ കുറേ സാധനങ്ങൾ ഇട്ടിട്ടാണ് നമ്മളിത് കാച്ചുന്നത്. അപ്പോൾ ഇങ്ങനെ കാച്ചി കാച്ചി ഒരു പാകമാകുമ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ പാകം മനസ്സിലായി മണത്ത് നോക്കാൻ എനിക്കൊരു ആഗ്രഹം വന്നു. അപ്പോഴെന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റിൻ്റെ ദിശ എൻ്റെ നേരെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ മണം കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു നല്ലതായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന ചട്ടുകത്തിൽ ഒരു ഇച്ചിരി എണ്ണ പറ്റിയിട്ടുണ്ടാവില്ല, അപ്പോൾ അതിനൊരു മണം ഉണ്ടാവുമല്ലോ എന്ന് കരുതി ആ ചട്ടുകത്തിനെ എടുത്തുനിന്ന് മണം നോക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ ആ ചട്ടുക എടുത്ത് ഞാനിങ്ങനെ മണം നോക്കിയപ്പോൾ മണം കിട്ടുന്നില്ല. അപ്പം ഞാൻ വീണ്ടും കുറച്ചുകൂടെ അടുപ്പിച്ചു. അങ്ങനെ അടുപ്പിച്ച് വന്നു. അപ്പം നമ്മുടെ ഒരു മൂക്കിൻ്റെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു അകലം കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ മണത്ത് ചൂടുള്ള തിളച്ച എണ്ണ ഇളക്കിക്കൊണ്ടിരുന്ന ചട്ടുകം കൊണ്ട് മൂക്കിൽ പൊള്ളിച്ചു ഗൈസ്. അങ്ങനെ മൂക്കൂടെ ഇനി പൊള്ളി. സോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ, എണ്ണ പാകമായി എന്നറിയാൻ ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഓക്കെ? പിന്നെ കെയർഫുൾ, ഇങ്ങനെ തീയും ചൂടും ഒക്കെ ഇട്ട് കളിക്കുമ്പോൾ കെയർഫുൾ, ഓക്കെ? ബൈ. ഇതുപോലുള്ള കഥകൾ ഇനിയും കേൾക്കണമെങ്കിൽ കമൻറ്റ് ബിലോ. ടാറ്റാ.